ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേണേഴ്സ് സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മനോഹരമായ പോസ്റ്ററുകളും നോട്ടീസുകളും എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു ആപ്പിനെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാര്യപരിപാടികൾ, ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നോട്ടീസുകൾ നമുക്ക് തയ്യാറാക്കേണ്ട ആവശ്യകത വരും. സ്കൂളുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി നല്ല മനോഹരമായ പോസ്റ്ററുകൾ നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടി വരും. അത് എങ്ങനെ എളുപ്പത്തിൽ ഒരു മൊബൈൽ ആപ്പ് വഴി നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതിനായി ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മലയാളം പോസ്റ്റർ മേക്ക് എന്ന ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ മൊബൈൽ പ്ലേ സ്റ്റോർ എടുക്കുക. അവിടെ മലയാളം പോസ്റ്റർ മേക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലോഗോ ശ്രദ്ധിക്കുക. ലോഗോയിൽ മലയാളം ഇമേജ് എഡിറ്റർ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് മലയാളം പോസ്റ്റർ മേക്കർ എന്നാണ്. ഓൾറെഡി ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്നേ കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന് കാണിച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. മലയാളം ഇമേജ് എഡിറ്റർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ അതിലുപയോഗിച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ നമുക്കവിടെ നിലവിൽ കാണാൻ സാധിക്കും. നമുക്കൊരു പുതിയ പോസ്റ്ററുകൾ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ്റെ വലത് ഭാഗത്ത് താഴെയായിട്ടൊരു പ്ലസ് സിമ്പൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം മുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ പോർട്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, സ്ക്വയർ എന്നാണ്. നാം ആദ്യം തീരുമാനിക്കേണ്ടത് നമുക്കൊരു വെർട്ടിക്കൽ മോഡലിലുള്ള ഒരു നോട്ടീസാണോ പോസ്റ്ററാണോ നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മൾക്ക് പോർട്രേറ്റ് സെലക്ട് ചെയ്യാം. വീതിക്കുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടൈപ്പിലുള്ള ഒരു പോസ്റ്ററാണോ നോട്ടീസാണോ നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. അല്ല, നീളവും വീതിയും ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പിലാണെങ്കിൽ നമുക്ക് സ്ക്വയർ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ പോർട്രേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പോർട്രേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് പോർട്രേറ്റ് ടൈപ്പുള്ള വെർട്ടിക്കലായിട്ടുള്ള ഒരു ബ്ലാങ്ക് പേജായിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ ഏറ്റവും താഴെയായി മെനുവിൽ ന്യൂ ലെയർ എന്നൊരിതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ടൂളുകളുടെ ഇത് വരും. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ടാണ് ആദ്യത്തേത്. എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്യാനാണ് ആഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ബാക്ക്ഗ്രൗണ്ട്സുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. പെൻസിൽ സ്കെച്ച് അങ്ങനെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട ചില ടൂളുകൾ ഇവിടെ പരിചയപ്പെടുന്നു. ഉദാഹരണത്തിന് നമുക്ക് ഒരു നോട്ടീസിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. അതിനായി ടി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മലയാളം, ഇംഗ്ലീഷ്, അറബിക്, ഹിന്ദി. നമുക്ക് മലയാളം ലാംഗ്വേജിലാണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. വായനാവാരം ഒന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഡൺ ക്ലിക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സൈഡിൽ നമുക്കിതിനെ അതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്പം വലുതാക്കണമെങ്കിൽ ഈ രീതിയിൽ വലുതാക്കാം. നമുക്ക് ഈ കോർണറിൽ ഇതാണെങ്കിൽ വലുപ്പം കൂട്ടാം. വീണ്ടും നമുക്ക് ഈ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെറുതാക്കാം. ഇതിനുശേഷം ഇതിൻ്റെ ഫോണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു മെനു ഓപ്പൺ ആകും. അവിടെ നമുക്ക് ഫോണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ വ്യത്യസ്തമായ ഫോണ്ടിലോട്ട് മാറ്റാം. അത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും പഴയ മോഡലിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. കളർ മാറ്റണമെങ്കിൽ ഇവിടെ കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് കളറിലോട്ടാണ് വരേണ്ടത് ആ കളറിലോട്ട് മാറ്റാം. ആ ഹെഡിങ്ങിനെ ഉദ്ദേശിച്ച പൊസിഷനിൽ വയ്ക്കാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചിത്രമാണ്, കാര്യപരിപാടികളാണ്. നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ വായനാവാരം, കാര്യപരിപാടികൾ എന്ന് കൂടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ അടുത്ത് വീണ്ടും ഈ താഴെ പ്ലസ് സിമ്പലിലുള്ള ന്യൂ ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ വീണ്ടും ആഡ് ടെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ കാര്യപരിപാടികൾ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. കാര്യപരിപാടികൾ എന്ന് ടൈപ്പ് ചെയ്തു, അടിച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന ടെക്സ്റ്റിനെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഉദ്ദേശിച്ച കൊടുക്കാം. ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മെനു വരും. അതിൽ നിന്ന് കളർ സെലക്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള കളറിലോട്ട് കൊടുക്കുക. ഓക്കെ കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഡെമോയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു നോട്ടീസ് പോലെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശിച്ച രീതിയിൽ ടെക്സ്റ്റുകളും പിക്ചേഴ്സും ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു പിക്ചറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് ഇമേജാണ് കൊടുക്കേണ്ടത്. ഇവിടെ ആഡ് ഇമേജ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാമറയിലുള്ളത്, വാട്സപ്പിലുള്ളത്, മറ്റ് ഫോൾഡേഴ്സിലുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പിക്ചർ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സെലക്ട് കൊടുക്കുന്നു. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ഇവിടെ വന്നതായിട്ട് കാണിക്കാം. ഇതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ആവശ്യാനുസരണം ചെറുതാക്കാം.
പിക്ചർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഈ പിക്ചറിൻ്റെ എല്ലാ ഭാഗവും വേണ്ടെങ്കിൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രോപ്പ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സിമ്പിൾ ക്രോപ്പ് കൊടുക്കുക. നമുക്കിപ്പോൾ ഈ ഗുഡ് മോർണിംഗ് ഒന്നും വേണ്ട, ഈ പിക്ചർ മാത്രം മതിയെങ്കിൽ ആ പിക്ചർ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നാം ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ പിക്ചർ ഇവിടെ വന്നു. നമുക്ക് ഈ പിക്ചർ ഇവിടെ വേണമെങ്കിൽ ഒരു പോർഷനിൽ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലേഔട്ട് ആ രീതിയിൽ ഇവിടെ ആഡ് ചെയ്യാം. അതെല്ലാം നമ്മുടെ ഉചിതമാണ്. ഞാനിവിടെ കൂടുതൽ കണ്ടൻറ്റുകൾ ടൈപ്പ് ചെയ്ത് ടൈം വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടിച്ചേർക്കലായിട്ട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. മറ്റ് കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓരോന്നും എടുക്കേണ്ട രീതികൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക്കുക മാത്രമാണ്. ഈ ഒരു നോട്ടീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഈ നോട്ടീസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ല മനോഹരമാക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ എഡിറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒന്നുണ്ട്. അവിടെ നമുക്ക് ഒരു കളർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ യൂസ് സോളിഡ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടീസിൻ്റെ നമ്മൾ തയ്യാറാക്കുന്ന നോട്ടീസ് അല്ലെങ്കിൽ പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാവും. നമുക്കൊരു മിക്സഡ് കളറാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ഇത് സെലക്ട് ചെയ്താൽ 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള കളറായിരിക്കും. അത് സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ ഇത് വരുന്നത്. മറിച്ച് നമുക്ക് വീണ്ടും പഴയ രീതിയിൽ പോകണമെങ്കിൽ യൂസ് ഡിഫോൾട്ട് കളർ കൊടുക്കുക. ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ചില ഇമോജികൾ, നമ്മളൊരു കാരിക്കേച്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള പോസ്റ്ററിലൊക്കെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇവിടെ കുറച്ച് ഇമേജസുകളുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജസ് നമുക്കിവിടെ വരും. ഇത് നമ്മുടെ ആവശ്യകത അനുസരിച്ചാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഇമോജികൾ ഇവിടെ ഉണ്ട് എങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ആവശ്യമാണെങ്കിൽ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ല എങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇത് വേണ്ട എങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളിവിടെ ഡിലീറ്റ് എന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ന്യൂ ലെയറിൽ നമുക്ക് പെൻസിൽ സ്കെച്ച് എന്ന ഒരു കാര്യമുണ്ട്. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. ഞാനൊരു ആരോ മാർക്ക് കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു. ഈ ആരോ മാർക്കൊക്കെ എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിനേക്ക് എനിക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെന്തെങ്കിലും ഹാൻഡ് റിട്ടണായിട്ട് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അതിനെയൊക്കെ ഇങ്ങനെ കൊടുക്കാം. എൻ്റെ സിഗ്നേച്ചർ വേണമെങ്കിൽ എനിക്ക് ആ സിഗ്നേച്ചർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്ത് പെൻസിൽ സ്കെച്ച് ഉപയോഗിക്കുന്നു. അതിന് ശേഷം ഞാൻ എൻ്റെ ഒരു നോട്ടീസ് തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ അവസാനമായി ഞാൻ അതിൻ്റെ സിഗ്നേച്ചർ എന്തെങ്കിലും ഇടണമെങ്കിൽ ഞാനവിടെ ആ സിഗ്നേച്ചർ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലാണ് പെൻസിൽ സ്കെച്ച് എടുക്കേണ്ടത്. ആവശ്യമില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോട്ടീസ് തയ്യാറാക്കാം, വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കാം, നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തയ്യാറാക്കാം. മൊബൈൽ ഉപയോഗിച്ച് സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റികൾ നമുക്ക് തയ്യാറാക്കാം. ഉദാഹരണമായിട്ട് ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് മാറ്റിയിട്ട് ഒരു വർക്ക്ഷീറ്റിൻ്റെ പ്രവർത്തനമായിട്ട് ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കാണുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത ഒരു പ്രവർത്തനമായ രീതിയിൽ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചതിനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിരുന്നു. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റിയൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രവർത്തനം വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇത് 4ാം ക്ലാസ്സിലൊരു ക്ലാസ്സിന് വന്ന ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചിത്രം ആഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കണ്ടൻറ്റ് ആഡ് ചെയ്യാം. നമ്മളിവിടെ ആക്ടിവിറ്റി 1 കൊടുത്തു. ഇനി ആക്ടിവിറ്റി ഭാഗമായി നമ്മൾ ചിത്രം കൊടുത്തു. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് മാറ്റർ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇത്തരത്തിൽ നമുക്ക് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആക്ടിവിറ്റി കാർഡുകൾ തയ്യാറാക്കാനും ഉപയോഗിക്കാം. വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കാനായിട്ട് വേണം. ഇപ്പോൾ ഓരോ പേജ് വൈസായിട്ടുള്ള വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. നോട്ടീസുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാം. പോസ്റ്ററുകൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നാം അവസാനം ചെയ്യേണ്ടത് ഈ വർക്കിനെ നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഏറ്റവും അവസാനമായി ഇവിടെ സേവ് എന്നൊരു ബട്ടണുണ്ട്. അങ്ങനെ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ സേവ് ആസ് ഇമേജ് എന്ന് വരും. ആദ്യത്തെ ഓപ്ഷൻ ചെയ്താൽ ചെറിയ ഫയലായിട്ട് സേവ് ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്താൽ ഹൈ റെസൊല്യൂഷൻ ഫയലായിട്ടാണ്. നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഫയലായിട്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ നമുക്ക് വരും. ഇതിന് നമുക്ക് ഉടൻ തന്നെ നമുക്ക് വാട്സപ്പിലോട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തെ ഓപ്ഷനിൽ വാട്സപ്പ് സെലക്ട് ചെയ്യുക. വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലോട്ട് ഇത് ഷെയർ ചെയ്യാനും സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഇത്തരത്തിൽ വളരെ ഉപകാരപ്പെട്ട നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ് മലയാളം പോസ്റ്റർ മേക്കർ ആപ്പ് എന്ന് പറയുന്ന ഈ ആപ്പ്. ഇതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സ്, നോട്ടീസുകൾ, വർക്ക്ഷീറ്റ് ബൈ ഓരോ പേജസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റുകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി കാർഡുകൾ, ചിത്രങ്ങൾ ഉൾപ്പെടുത്തി വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതുപയോഗിച്ച് പോസ്റ്റേഴ്സ് ആണെങ്കിൽ പോസ്റ്റേഴ്സ്, നോട്ടീസ് ആണെങ്കിൽ നോട്ടീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഓരോ ആക്ടിവിറ്റി കാർഡുകൾ വേണമെങ്കിൽ ഇതിൽ തയ്യാറാക്കാം. അത്തരത്തിൽ തയ്യാറാക്കിയത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ അയക്കുകയും ചെയ്യാം. എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ നോട്ടീസുകളാണെങ്കിൽ നോട്ടീസുകൾ, പോസ്റ്റേഴ്സ് ആണെങ്കിൽ പോസ്റ്റേഴ്സ്, മറ്റ് ആക്ടിവിറ്റി കാർഡുകളാണെങ്കിൽ തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഈ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പ്രാഥമികമായ വിവരമാണ് നൽകിയത്. എല്ലാവരും കൂടുതൽ പരിചയപ്പെടുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.